ഇത് കാണുന്ന നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഫിഗർ ഒരു ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ ആണ്. അതായത് ഫുൾ വേവ് റെക്ടിഫയറിലെ ആദ്യത്തെ ടൈപ്പ്. ഇവിടെ നമ്മൾ സർക്യൂട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ വോൾട്ടേജിനെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക, എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട് എപ്പോഴും. ഒന്ന് ഇൻപുട്ടിനും ഔട്ട്പുട്ട് സൈഡിനും തമ്മിലൊരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുക, വേർതിരിവ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് മൂലം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും ഹയർ വോൾട്ടേജ് വന്നാൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കത്തിക്കരിഞ്ഞു പോകും, ബാക്കിയുള്ള സെക്കൻഡറി തൊട്ടുള്ള ഭാഗങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫോമറിന് അങ്ങനെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് ഡയോഡ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ഡയോഡ്സ് ആണ് ഫുൾ വേവ് സെൻറ്റർ ടാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിന് തന്നെ 3 ടാപ്പിംഗ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിന് 2 ടാപ്പിംഗ്സ് ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 3 ടാപ്പിംഗ്സ് ഔട്ട്പുട്ടിലുണ്ട്. സെൻറ്ററിൽ നമ്മൾ 0 എന്ന് പറയും, എർത്ത് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് പറയും. മറ്റേത് രണ്ടും 2 ഫേസ് വോൾട്ടേജസ് ആണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതിനെ എടുത്തിട്ട് നമ്മളൊരു റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഞാൻ കപ്പാസിറ്റർ വെച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് കപ്പാസിറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്ററിന് പാരലലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ റെസിസ്റ്ററിന് പാരലലായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു വേവ് കിട്ടും. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെയൊക്കെ തന്നെ, ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ ഓറഞ്ച് മാർക്കിലും ഗ്രീൻ മാർക്കിലൊക്കെ ഏരോസ് കാണിച്ചിരുന്നത് കറണ്ട് ഫ്ലോ ആണ് കാണിക്കുന്നത്. ഇവിടെയും വർക്കിംഗ് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണെങ്കിൽ വർക്കിംഗ് സ്ലൈഡ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടും വേവ് ഫോമും ഉണ്ട്. നമ്മൾ നേരത്തെ ഹാഫ് വേവിന്റെ ഔട്ട്പുട്ട് വേവ് ഫോമും ഈ ഫുൾ വേവിന്റെ ബ്രിഡ്ജിന്റെ ഔട്ട്പുട്ട് വേവ് ഫോമും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഹാഫ് വേവിൽ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 ഹാഫ് സൈക്കിളും ബോത്ത് ഹാഫ് സൈക്കിൾസ് ആർ പ്രസന്റ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. പിന്നെ കപ്പാസിറ്റർ വെക്കുകയാണെങ്കിലുള്ള ഒരു വേവ് ഫോമാണ് താഴെ വരച്ചിട്ടുള്ളത്. അതും സ്മൂത്തൻ ചെയ്തിട്ടുള്ള ആ ഒരു വേവ് ഫോം. അപ്പോൾ പൾസേറ്റിംഗ് DC എന്ന് പറയുന്നത് ഡയോഡിന്റെ ഔട്ട്പുട്ട് D1 D2 എന്ന് പറഞ്ഞ 2 ഡയോഡുകളുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി വർക്കിങ്ങിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ഓൺ ആവുകയും കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡയോഡ് D1 കൂടെ സ്റ്റാർട്ട് ചെയ്ത് നേരെ റെസിസ്റ്ററിൽ കൂടെ ഒഴുകി, അതായത് ഔട്ട്പുട്ടിലെ റെസിസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡ് അതിലൂടെ ഒഴുകി നേരെ തിരിച്ച് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ മിഡിൽ പോയിന്റിൽ വന്ന് ചേരും. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഡയോഡ് D2 ആണ് ഫോർവേഡ് ബയാസിലാവുക. ഡയോഡ് D2 ഫോർവേഡ് ബയാസിലാവുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ നിന്ന് കറണ്ട് ഒഴുകും, D2ന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒഴുകി റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ, അതായത് ഔട്ട്പുട്ടിലെ ലോഡിൽ കൂടെ കറണ്ട് ഒഴുകി നേരെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ സെൻട്രൽ ടാപ്പ് സെൻട്രലിലുള്ള പോയിന്റിൽ വന്ന് ചേരും. അപ്പോൾ 2 ഡയറക്ഷനിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഓരോ ഡയോഡ്, ഏതെങ്കിലും ഒരു ഡയോഡ് ഓൺ ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന ഒരു കറണ്ട് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. കാരണം എന്താണത്? അതാണ് നമ്മൾ ആ ഫിഗറിൽ നമ്മൾ നേരത്തെ കണ്ടത്. ഓറഞ്ചിലും അതുപോലെ തന്നെ ഗ്രീനിലും ഏരോ മാർക്ക് ഔട്ട്പുട്ട് ലോഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ഉണ്ടാവുക, മുകളിൽ നിന്ന് താഴോട്ടേക്ക്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും അത് സൂചിപ്പിക്കുന്നത് കറന്റ് ഫ്ലോ ഔട്ട്പുട്ടിൽ സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഡയോഡ് ഓൺ ആവണമെന്ന് പറയും. അപ്പൊ D2 ഡയോഡ് എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസിലാണ്, ഓഫ് ആണെന്ന് നമുക്കറിയണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 ഡയോഡ് ആണ് ഓൺ ആവുന്നത്. അപ്പൊ D1ന്റെ പൊസിഷൻ എന്താണ്? ഓഫ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്, ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്ലൈഡിൽ പറയുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇതിന് ഹൈ എഫിഷ്യൻസി ആണ് ഉള്ളത്. പിന്നെ റിപ്പിൾ ഫാക്ടർ കുറവായിരിക്കും. അതായത് AC കണ്ടന്റ് ഔട്ട്പുട്ടിലുള്ളത് നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഇത്തരം ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത് ദോഷങ്ങൾ. ഇതിന് മെയിൻ ആയിട്ടുള്ളത്
DC ഔട്ട്പുട്ട് എപ്പോഴും സ്മോൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡയോഡും ഓരോ ഹാഫ് സൈക്കിളിൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് പലതും യൂസ് ചെയ്യും. അതിവിടെ എഴുതിയിട്ടുണ്ട്, DC ഔട്ട്പുട്ട് ഈസ് സ്മോൾ ആസ് ഈച്ച് ഡയോഡ് യൂട്ടിലൈസസ് ഓൺലി 1 ഹാഫ് സൈക്കിൾ ഓഫ് ദി ട്രാൻസ്ഫോമർ സെക്കൻഡറി വോൾട്ടേജ്. ട്രാൻസ്ഫോമർ സെക്കൻഡറി വോൾട്ടേജിന്റെ ഒരു ഹാഫ് സൈക്കിളാണ് ഓരോ ഡയോഡും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് DC ഔട്ട്പുട്ടിൽ ഒരു ചെറിയൊരു കുറവ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ഇത്തരം സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രാൻസ്ഫോമർ വേണ്ട സർക്യൂട്ടാണ്. ട്രാൻസ്ഫോമറിനെ ഒഴിവാക്കാൻ പറ്റില്ല. അതും സെൻട്രൽ ടാപ്പിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് താൻ. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും.